Hi, hello, welcome to Success Academy. So, in the SSC CHSL 2019 13 October shift 1 question question paper discuss cheyapovunnathu. So let's start. First one, select the most appropriate antonym of the given word. Opposite aanu kandupidikkendathu, and the word is malignant. Options are benign, hesitant, indignant and fatal. സോ ബേസിക് ആയിട്ടുള്ള വേറൊരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ മാലിഗ്നൻറ്റ് എന്ന് പറയുമ്പോൾ ഈ MAL വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന എല്ലാ വേർഡ്സും MAL വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന എല്ലാ വേർഡ്സും നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, നെഗറ്റീവിൻ്റെ മീനിങ് അല്ല എഴുതിക്കുന്നത്. ഇറ്റ് ഷോസ് കി നെഗറ്റീവ് സെൻസിലുള്ളത്, അതായത് നെഗറ്റീവ് കൈൻഡ് ഓഫ് വേർഡ്സിനാണ് എല്ലാം MAL വെച്ച് ലൈക്ക് മാൽ പ്രാക്ടീസ്, മാൽ ഫങ്ഷനിങ് എന്നൊക്കെ പറയുന്ന വേർഡ്സ്. സോ എല്ലാ വേർഡ്സും MAL സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നെഗറ്റീവ് മീനിങ് ആണ് കൊടുക്കുന്നത്. And one more thing from the options. See, let's see the meaning. Fatal death എന്നൊക്കെ നമ്മൾ പറയും, അതായത് കോസിങ് ഡെത്ത്, അതിനാണ് ഫേറ്റൽ എന്ന് പറയുന്നത്. ഈ പറയുന്ന പോലെ തന്നെ ഹെസിറ്റൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ ഹെസിറ്റേറ്റ് ചെയ്യുക, ആ ഒരു മോഡിനെയാണ് പറയുന്നത്. അഗെയിൻ ഇൻഡിഗ്നൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാൾ എന്താ പറയുക, നമുക്കൊരു ദേഷ്യം വരിക, ലൈക്ക് അൺട്രസ്റ്റി ആയിട്ടുള്ള അല്ലെങ്കിൽ അൺവർത്തി ആയിട്ടുള്ള ഒരാളോട് തോന്നുന്ന ഒരു ദേഷ്യം, ആ ഒരു ബേസിനെയാണ് ഇൻഡിഗ്നൻ്റ് എന്ന് പറയാം. ആൻഡ് ഓഫ് കോഴ്സ് ഇതിൻ്റെ ആൻസർ, ഓപ്പോസിറ്റ് ആൻസർ എന്ന് പറയുന്നത് ബിനൈൻ ആണ്. യു നോ വാട്ട്, BENI, ലൈക്ക് ഇവിടെ നമ്മൾ MAL നെഗറ്റീവ് വേർഡ് എന്ന് പറഞ്ഞ പോലെ തന്നെ BENI വെച്ച് തുടങ്ങുന്ന എല്ലാ വേർഡ്സും കൂടുതലായിട്ട് പോസിറ്റീവ് സെൻസ് കൊടുക്കുന്ന വേർഡ്സ് ആയിരിക്കും. ഓക്കെ, സോ മാലിഗ്നൻ്റെ റൈറ്റ് ആയിട്ടുള്ള ഓപ്പോസിറ്റ് വേർഡ് എന്ന് പറയുന്നത് ബിനൈൻ ആണ്. ഓക്കെ, so this is a negative word and this is the positive word. BENI, beneficial എന്നൊക്കെ പറയുന്ന പോലെ. So BENI വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന വേർഡ്സ് ഒക്കെ പോസിറ്റീവ് സെൻസിൽ വരുന്നതായിരിക്കും, MAL വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതൊക്കെ നെഗറ്റീവ് സെൻസിൽ വരുന്ന വേർഡ് ആയിരിക്കും. ഓക്കെ, so this is the first one. Moving on to the next. Select the most appropriate word to fill in the blank in the given sentence. Some people think that the credit card culture encourages people to shop compulsively and merely dash debits. സിമ്പിളായിട്ട് സെൻറ്റൻസ് വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ വരുന്ന അർത്ഥം എന്ന് വെച്ചാൽ ക്രെഡിറ്റ് കാർഡ് യൂസേജ് ആൾക്കാരിൽ കൂടുതലായിട്ട് ഷോപ്പ് ചെയ്യാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാക്കും. ഈ ഷോപ്പ് ചെയ്യാനുള്ള ടെൻഡൻസിയുടെ കൂടെ തന്നെ കടം, ഡെറ്റ്സ് ഉണ്ടാവുകയാണ് ചെയ്യുന്നത് അല്ലേ. സോ ഡെറ്റ്സ് ഉണ്ടാവുക, ക്രിയേറ്റ് ചെയ്യുക, ആ ഒരു ബേസാണ് വരുന്നത്. ആൻഡ് ദി ഓപ്ഷൻസ് ആർ, ക്രിയേറ്റ് എന്നുള്ളൊരു മീനിങ് ആണ് ആ സെൻസിൽ അവിടെ കൊടുത്തിട്ടുണ്ട്, സെൻറ്റൻസിൽ അവിടെ വരുന്നത്. ആൻഡ് ദി ഓപ്ഷൻസ് ആർ അക്യുമുലേറ്റ്, സ്റ്റിമുലേറ്റ്, ഫോർമുലേറ്റ് ആൻഡ് സിമുലേറ്റ്. ആക്യുമുലേറ്റ് ആണ് ആൻസർ, ബിക്കോസ് ആക്യുമുലേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെറ്റ് കളക്ട് ചെയ്യുക അല്ലെങ്കിൽ ഉണ്ടാക്കുക എന്നൊരു അർത്ഥമാണ്. അഗെയിൻ സ്റ്റിമുലേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊവോക്ക് ചെയ്യുക അല്ലെങ്കിൽ ഒരു ആക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻവോക്ക് ചെയ്യുന്ന ആ ഒരു രീതിക്കാണ് സ്റ്റിമുലേറ്റ് എന്ന് പറയാം. ഫോർമുലേറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഗെയിൻ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള ബേസാണ്, പക്ഷേ ഫോർമുലേഷൻ ഓഫ് ലോസ് എന്നൊക്കെ പറയാം. കൂടുതലും കുറച്ചുകൂടി റെസ്പെക്റ്റബിൾ സിറ്റുവേഷൻസിലേക്കാണ് ഫോർമുലേറ്റ് എന്ന് പറയുന്നത്. ആൻഡ് അഗെയിൻ സിമുലേറ്റ് ഗോസ് ലൈക്ക് ഇറ്റ് ഹാസ് another കൈൻഡ് ഓഫ് എ മീനിങ്, ലൈക്ക് ആക്ട് ചെയ്യുന്നൊരു ബേസ് അല്ലെങ്കിൽ ഇമിറ്റേറ്റ് ചെയ്യുന്നൊരു ബേസിനൊക്കെയാണ് സിമുലേറ്റ് എന്ന് പറയാം. ഓക്കെ, സോ ദി ആൻസർ ഇസ് അക്യുമുലേറ്റ്. മൂവിങ് ഓൺ. ഇൻ ദ ഗിവൻ സെൻറ്റൻസ് ഐഡൻറ്റിഫൈ ദി സെഗ്മെന്റ് വിച്ച് കണ്ടെയ്ൻസ് ഗ്രാമാറ്റിക്കൽ എറർ. സ്റ്റാർട്ടിംഗ് വിത്ത് ദ സെൻറ്റൻസ്, എ റോയൽ ബംഗാൾ tigress and her 3 cubs was poisoned and the carcasses left to rot in the wildlife sanctuary in Goa. സ്റ്റാർട്ടിങ് ഇൻ എ സെൻറ്റൻസ് പാർട്ടിൽ ഫസ്റ്റ് പാർട്ടിൽ തന്നെ മിസ്റ്റേക്ക് ഉണ്ട്, ബിക്കോസ് സി റോയൽ ബംഗാളി ടൈഗ്രസ് ആൻഡ് ഹർ 3 cubs ഇത്രയും വരെ പറയുമ്പോൾ തന്നെ ഇറ്റ് ഇസ് എ പ്ലൂറൽ ഫോം. സോ വാസ് പോയ്സൺ എന്ന് പറയത്തില്ല. സോ ദ തിങ് ഈസ് ആൻസർ ഇസ് ദിസ്, ആൻഡ് ഹർ 3 cubs വാസ് പോയ്സൺ അല്ല വർ പോയ്സൺഡ്. ഓക്കെ, യാ. സോ മൂവിങ് ഓൺ. Select the most appropriate word to fill in the blank. This winter dash weather conditions have led people to remain indoors. ഈ വെതർ കണ്ടീഷൻസിൻ്റെ ബേസിലൊക്കെ നമ്മൾ ന്യൂസിലൊക്കെ സ്ഥിരമായിട്ട് കാണുന്നതായിരിക്കും. എപ്പോഴും വെതർ കണ്ടീഷൻസ് ഒക്കെ വരുമ്പോൾ ഓഫ് കോഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നൊരു വേർഡാണ് അഡ്വേഴ്സ്. സോ വി ഡോണ്ട് നീഡ് മച്ച് ഡിസ്കഷൻ അബൌട്ട് ഇറ്റ്. പക്ഷേ ജസ്റ്റ് ഒന്ന് വേർഡ്സിൻ്റെ മീനിങ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എവേഴ്സ് എന്ന് കഴിഞ്ഞാൽ കടുത്ത ദേഷ്യം, പ്രതികാരം, ആ ഒരു ബേസിലുള്ള ഒരു മീനിങ് ആണ്. ആൻഡ് അഗെയിൻ ഇൻവേഴ്സ് വെച്ചിട്ടുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് വേയിൽ നിൽക്കുക എന്നുള്ള ഒരു ഇൻവേർട്ടഡ് പൊസിഷൻ, ആ ബേസാണ്. ട്രാവേഴ്സ് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രാവലിംഗ് അക്രോസ്, അതാണ് ട്രാവേഴ്സിൻ്റെ മീനിങ്. സോ ഹിയർ ഇറ്റ് ഈസ്, ദിസ് വിൻറ്റർ അഡ്വേഴ്സ് വെതർ കണ്ടീഷൻസ് ഹാവ് ലെഡ് പീപ്പിൾ ടു റിമെയിൻ ഇൻഡോഴ്സ്. മോശമായിട്ടുള്ള വെതർ കണ്ടീഷൻസ് എപ്പോഴും ആൾക്കാരെ അകത്ത് തന്നെ ഇരിക്കുക അല്ലെങ്കിൽ പുറത്തു പോകാൻ സിറ്റുവേഷൻ ഉണ്ടാക്കാത്ത രീതിയിലാണ് വെതർ കണ്ടീഷൻ എന്നുള്ളത്. ദാറ്റ്സ് എ മീനിങ്. മൂവിങ് ഓൺ. കോംപ്രിഹെൻഷൻ. ഇൻ ദ ഫോളോയിങ് പാസേജ് സം വേർഡ്സ് ഹാവ് ബീൻ ഡിലീറ്റഡ്. Fill in the blanks with the help of the alternatives given. One complaint parents and teachers have about children these days is that they are simply not interested in
So the first options are unnaturalness, naturalist, nature and natural. Of course, reading the first part of the sentence itself, it's very clear that one complaint, parents no teachers no ആയിക്കോട്ടെ ഇക്കാലത്തെ കുട്ടികളെക്കുറിച്ചുള്ള മേജറായിട്ട് കംപ്ലയിൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ ആർ നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ അൺനാച്ചുറൽനെസ് എന്ന് ഓഫ് കോഴ്സ് നമ്മൾ പറയില്ല. നാച്ചുറലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാളെ അല്ലെങ്കിൽ ഒരു ഡെസിഗ്നേഷനൊക്കെ പറയുന്ന പോലത്തെ ഒരു സിറ്റുവേഷനാണ്. ഓഫ് കോഴ്സ് നമ്മൾ പറയില്ല. നേച്ചർ ഇസ് എ പോസിബിൾ വൺ. നാച്ചുറൽ എന്നും പറയില്ല. ഒരു പ്രോഡക്റ്റിന് റിലേറ്റ് ചെയ്തിട്ടാണ് നാച്ചുറൽ പ്രോഡക്റ്റാണ് അങ്ങനെയൊക്കെയാണ് പറയാറ്. നമ്മളൊരു adjective ബേസിലൊക്കെയാണ് നാച്ചുറൽ യൂസ് ചെയ്യാറുള്ളത്. സോ ഓഫ് കോഴ്സ് ദി ആൻസർ ഇസ് നേച്ചർ. നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ നേച്ചർ. In his weekly column Down in Jungle Land, Ranjit Lal and Dash offers some useful suggestions. Okay. So in his weekly column Down in Jungle Land, Ranjit Lal and environmentalist എന്നേ പറയുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നാച്ചുറലിസ്റ്റ് എന്ന് പറയുന്നില്ലേ. സോ ഇറ്റ്സ് ഷോസ് എ ഡെസിഗ്നേഷൻ അല്ലെങ്കിൽ ഒരാളെ കുറിച്ചാണ് പറയുന്നത്. സോ ഇറ്റ് ഈസ് ആൻ എൻവയോൺമെന്റലിസ്റ്റ്. Offers some useful suggestions. Keeping a dog or cat as a pet. Keeping a dog or cat as a pet. Can to be എന്ന് നമ്മൾ പറയാറില്ല. Will to be എന്നും പറയില്ല. Must to be, of course we don't say that. So the answer is needs to be. Needs to be made mandatory, compulsory ആക്കണം എന്നാണ് പറയുന്നത്. Next is regular visits to national parks and dash are. Regular visits to national park and dash, അതായത് നാഷണൽ പാർക്ക് എന്നാണ് പറയുന്നത്. സോ ഇറ്റ്സ് ലൈക്ക് വൈൽഡ് ലൈഫ് സാങ്ച്വറീസ് അല്ലെങ്കിൽ നാഷണൽ പാർക്ക്, അത് അവിടേക്ക് നമ്മൾ പോകുന്നത് യൂഷ്വലി ആനിമൽസ് റിലേറ്റഡ് ആയിട്ട് നമ്മൾ ആ ഒരു ബേസിൽ കാണാൻ വേണ്ടിയിട്ടാണ്. സോ ഓഫ് കോഴ്സ് ഇറ്റ് വിൽ ബി സംതിങ് റിലേറ്റഡ് ടു നാഷണൽ പാർക്സ് ഉണ്ടാവും. So of course sanctorum എന്ന് പറയില്ല, sanctuary എന്ന് പറയില്ല, sanctuaries എന്ന് പറയേണ്ടി വരും. Because national parks ഇവിടെ plural form ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. So the answer will be sanctuaries. Are another way to get children hooked. Treks in wilderness areas are even. Treks in wilderness areas are even dash as children can then engage with all kinds of life forms on their turf. So what it means is ഇതൊരു പോസിറ്റീവ് ആയിട്ടുള്ളൊരു കാര്യമാണ് പറയുന്നത്. ലൈക്ക് ട്രെക്സ് ഇൻ വൈൽഡർനെസ് ഏരിയാസ് ആർ ഈവൻ. സോ ഓഫ് കോഴ്സ് പോസിറ്റീവ് കാര്യം പറയുന്നുണ്ട്, പോസിറ്റീവ് വേർഡ് മാത്രം എടുക്കുക. ഗുഡ്, ബെറ്റർ ആൻഡ് ബെസ്റ്റ് ആർ ദ പോസിറ്റീവ് വേർഡ്സ് ഹിയർ. ആൻഡ് ആർ ഈവൻ ഗുഡ് ആസ് ചിൽഡ്രൻ എന്ന് പറയാൻ പറ്റില്ല, ആർ ബെസ്റ്റ് ആസ് ചിൽഡ്രൻ എന്നും പറയാൻ പറ്റില്ല. ദി ആൻസർ ഇസ് ആർ ബെറ്റർ. Okay, are even better as children can then engage with all kinds of life forms on their turf. Okay, moving on. Select the most appropriate synonym of the given word. Enrage. It shows enrage എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ദേഷ്യം, റേജ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, ഒരു ഭയങ്കരമായിട്ടുള്ളൊരു ഫ്യൂരിയസ് ആയിട്ടുള്ളൊരു ദേഷ്യം, അതാണ് കാണിക്കുന്നത്. So the answer is of course infuriate. Others are totally different from the word. Okay, moderate നമ്മൾ climate ഒരു moderate level ആണെന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട്. Placate is again a totally different word. And alleviate also നമ്മൾ ഒഴിവാക്കി കളയുക, ആ ഒരു ബേസിലേക്കാണ്, റിമൂവ് ചെയ്യുക, ആ ബേസിലേക്കാണ് യൂസ് ചെയ്യുന്നത്. സോ ദി ആൻസർ ഇസ് ഇൻഫ്യൂരിയേറ്റ്. സോ ദ നെക്സ്റ്റ് വൺ, സെലക്ട് ദി കറക്റ്റ് പാസീവ് ഫോം ഓഫ് ദി ഗിവൻ സെൻറ്റൻസ്. റെയിൻസ് ലാഷ് ഡൽഹി ആൻഡ് ബ്രോട്ട് ദി ടെമ്പറേച്ചർ ഡൗൺ ബൈ എ ഫ്യൂ ഡിഗ്രീസ്. അതായത് മഴ കാരണം ഈ പറഞ്ഞ ഒരു സിറ്റുവേഷൻ ഉണ്ടായി എന്നാണ് പറയുന്നത്. അതായത് ഡൽഹിയിലത്തെ ടെമ്പറേച്ചർ ബേസ് ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ ഈ ഡൽഹിയുടെ ഭാഗം, അതായത് ഡൽഹിയുടെ ടെമ്പറേച്ചർ സൈഡ് ആയിരിക്കണം ഫസ്റ്റ് പാർട്ടിൽ വരേണ്ടത്. സോ ഓഫ് കോഴ്സ് ഇറ്റ് ഹസ് ബീൻ ബ്രോട്ട് ഹിയർ. സോ ഡൽഹി വാസ് ബീങ്, സി ദ സെൻറ്റൻസ് ഇസ് ഇൻ സിമ്പിൾ പാസ്റ്റ്. ഓക്കെ, ആ ഒരു ബേസിലാണ് സ്റ്റേറ്റ്മെൻറ്റ് പോകുന്നത്. സോ ഹാഡ് ബീൻ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. സോ എലിമിനേറ്റ് ദിസ് ഓപ്ഷൻ. അഗെയിൻ ഈസ് ബീങ്ങും പറ്റില്ല, കാരണം പാസ്റ്റ് അല്ല, സിമ്പിൾ പാസ്റ്റ് സെൻറ്റൻസ് ആണ്. സോ ഓഫ് കോഴ്സ് ദീസ് ടു ആർ നോട്ട് റൈറ്റ്. നൗ പോസിബിൾ ഓപ്ഷൻസ് ഡൽഹി വാസ് ആൻഡ് ഇവിടെയും ഡൽഹി വാസ് ആണ് യൂസ് ചെയ്യുന്നത്. സോ ലെറ്റ്സ് റീഡ് ദ സെൻറ്റൻസ് നൗ. ഡൽഹി വാസ് ബീയിങ് ലാഷ്ഡ് ബൈ റെയിൻ, അതായത് വാസിൻ്റെ കൂടെ ING ഫോം യൂസ് ചെയ്തിട്ടുണ്ട്. സോ അഗെയിൻ വി ക്യാൻ റിമൂവ് ദാറ്റ് ഓപ്ഷൻ. ദി ആൻസർ ഇസ് ഡൽഹി വാസ് ലാഷ്ഡ് ബൈ റെയിൻസ് ആൻഡ് ദ ടെമ്പറേച്ചർ വാസ് ബ്രോട്ട് ഡൗൺ ബൈ എ ഫ്യൂ ഡിഗ്രീസ്. ഗോട്ട് ഇറ്റ്? ദ സെൻറ്റൻസ് വാസ് ഇൻ സിമ്പിൾ പാസ്റ്റ് ആൻഡ് നമ്മൾ അതേ ടെൻസിലിന് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. സോ മൂവിങ് ഓൺ. In the given sentence, identify the segment which contains a grammatical error. Scientists have recently announced that a more effective and antidote for snake bite venom has been made. Scientists have എന്നാണ് പറയുന്നത്, singular and plural form are there. So here it is
scientists have the use ചെയ്തിട്ടുണ്ടെങ്കിൽ of course it has to be plural form, right? Scientists have എന്നേ പറയാൻ പറ്റുള്ളൂ. So the grammatical error will be this. Okay? Yeah. Moving on, select the most appropriate synonym of the given word. Opulent. Opulent എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു luxurious ആയിട്ടൊരു ലൈഫ് ജീവിക്കുക എന്നുള്ളതാണ്. ദ പേഴ്സൺ ലീഡ്സ് എൻ ഓപ്യുലൻറ്റ് ലൈഫ് എന്നൊക്കെ പറയും നമ്മൾ. ആ ബേസിലാണ് യൂസ് ചെയ്യുന്നത്. ലെറ്റ്സ് സീ ദി ഓപ്ഷൻസ്. ഡിസ്റ്റൻറ്റ് ഡിസ്റ്റൻറ്റ് അതായത് ദൂരത്തുള്ള ഒരു ബേസ്. ഷാബി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒക്കെ വലിച്ചു വരിയിടുക, ആ ഒരു ക്യാരക്ടറിനെ പറയുന്നതാണ്. വൈറലൻറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഗെയിൻ ഇറ്റ്സ് എ നെഗറ്റീവ് വേർഡ്. ഓക്കെ, അതായത് ഈ പറഞ്ഞ ഡിസീസ് ബേസിലായിരിക്കാം അല്ലെങ്കിൽ ഒരു വൈറസ് ബേസിലൊക്കെയാണ് നമ്മൾ വൈറലൻറ്റ് എന്നുള്ള വേർഡ് യൂസ് ചെയ്യുന്നത്. ഓഫ് കോഴ്സ് ദി ആൻസർ ഇസ് ക്ലിയർലി ഗിവൻ. ഓപ്പുലൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലക്ഷറീസ് ആയിട്ടുള്ള ഒരു ലൈഫ്. Choose that. Okay, so the answer is luxurious. Moving on, select the incorrectly spelled word. Deceive. Of course, first look at the sambhavana deceive. This is the incorrect one. So the answer is, okay, yeah, got it. So moving on, select the correct indirect form of the given sentence. Ravi asked, Ritu, how many sets of class 12 practice papers have you finished? So Ravi asked Ritu nallathu adeypole thanne starting il varanam. So yeah, Ravi asked Ritu. And as it's a how many kind of ingathe oru question ayidondu adu adeypole thanne namukku kondraane pattathullu. We cannot make a change. See, if it was a objective kind of a question, nammal if or whether use cheyanadu indirect form laakkumbo. Pakshe idu ingathe question ayidondu properly it has to be brought down. So Ravi asked Ritu how many sets of class 12 practice papers she had finished. That's a possible option. Ravi asked Ritu how many sets of class 12 practice papers she has been finishing. This is of course a wrong answer. She has been in the lorry usage because we have to clearly bring that down. Ravi asked Ritu how many sets of class 12 practice papers was she finishing. Again, tense change varunundu, sentence in arthathilum change varunundu. Ravi asked Ritu how many sets of class 12 papers, practice papers had she been finishing. Angane varilla. Of course, so these three options have been. Like ing form varthana avashyamilla. We just need to bring that properly down. So it is Ravi asked Ritu how many sets of class 12 practice papers she had finished. Okay. Moving on. 16th one, select the word which means the same as the group of words given. Very careful and precise. നമ്മുടെ ന്യൂസ് കാണുമ്പോൾ അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ റിപ്പോർട്ട്സ് ഒക്കെ കാണുമ്പോൾ കാണുന്ന ഒരു വേർഡാണ് മെറ്റിക്കുലസ്. വെരി കെയർഫുൾ ആൻഡ് പ്രിസൈസ്. ലൈക്ക് ഒരു കേസിനെ റിലേറ്റ് ചെയ്തിട്ടായിക്കോട്ടെ, മെറ്റിക്കുലസ് ആയിട്ടൊരു പ്രൂഫാണോ ആ ബേസിലൊക്കെ പറയാറുണ്ട്. ലൈക്ക് ഓറൽസ് മെറ്റിക്കുലസ് ആയിട്ട് ഈ കാര്യം നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്നൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ലൈക്ക് യു നീഡ് ടു ലുക്ക് ഇൻ ടു ദിസ് മെറ്റിക്കുലസ്ലി എന്നൊക്കെ പറയാം. That means very careful and precise എന്നുള്ള എൻ്റെ മീനിങ് മെറ്റിക്കുലസ് ആണ്. ബട്ട് യു നീഡ് ടു നോ ദി അതർ 3 വേർഡ് മീനിങ്സ്. ട്രെമുലസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ബേസിക്കലി ഷെയ്ക്കിംഗ് ആയിട്ടുള്ള ഒരു ന്യൂസ് അല്ലെങ്കിൽ ഷെയ്ക്കിംഗ് ആയിട്ടൊരു ആ ഒരു ബേസിനെയാണ് ട്രെമുലസ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് ഷെയ്ക്കിംഗ് കൈൻഡ്. ഓക്കെ, യാ. ആൻഡ് ഗ്യാരുലസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് സംസാരിക്കുന്ന ടോക്കറ്റീവ് ആയിട്ടുള്ള ഒരു സംഭവം. ഓക്കെ. Now tumultuous. This is basically ഒരു ലൗഡ് ആയിട്ടുള്ള ഒരു പ്രക്ഷുബ്ധമായിരുന്ന ഒരു ബേസിലൊക്കെ പറയുന്നത്. ഇറ്റ്സ് ലൈക്ക് ഭയങ്കര ലൗഡായിട്ട് കൺഫ്യൂസിങ് ആയിട്ടൊരു സൗണ്ട് ഉണ്ടാക്കുക, അല്ലെങ്കിൽ പിന്നെ എക്സൈറ്റഡ് ആയിട്ട് നമ്മളിങ്ങനെ റേസ് ചെയ്യില്ലേ, ആ ഒരു സിറ്റുവേഷൻസിനെ പറയുന്നതാണ്. സോ കൺഫ്യൂസ്ഡ് സൗണ്ട്. കൺഫ്യൂസ്ഡ് സൗണ്ട്. സോ ദി ആൻസർ ഇസ് വെരി കെയർഫുൾ ആൻഡ് പ്രിസൈസ് എന്ന് പറയുന്നത് മെറ്റിക്കുലസ് എന്ന് പറയുന്നതാണ്. ഓക്കെ, യാ. So moving on, select the most appropriate option to substitute the underlined segment. The Arabian Sea region is very important for India as several major ports are locating there. See, casually we use the kind of sentence another. So ഒരു സ്ഥലത്തിന്റെ ലൊക്കേഷൻ ബേസിൽ പറയുമ്പോൾ the Arabian Sea region is very important for India as several major ports are ലൊക്കേറ്റിംഗ് ദെയർ എന്ന് പറയത്തില്ല. ഇംപ്രൂവ്മെൻറ്റ് ഇല്ല എന്ന് പറയാൻ പറ്റില്ല, കാരണം ലൊക്കേറ്റിംഗ് ദെയർ ING ഫോം അവിടെ യൂസ് ചെയ്യാൻ പറ്റുന്നതല്ല. ഹാവ് ബീൻ ലൊക്കേറ്റിംഗ് എന്നും പറയാൻ പറ്റില്ല. വാസ് ലൊക്കേറ്റിംഗ് ഓൾസോ ഇറ്റ്സ് റോങ്. ദി ആൻസർ ഇസ് ആർ ലൊക്കേറ്റഡ്. See, read it again. The Arabian Sea region is very important for India as several major ports are located.
ഓക്കെ, അവിടെ ഇത് സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് ED ഫോം ആണ് അവിടെ യൂസ് ചെയ്യേണ്ടത്. വി കനോട്ട് യൂസ് ING ഫോം ദർ. ഓക്കെ, സോ ദി ആൻസർ ഇസ് ED ഫോം ദർ. സോ ഇറ്റ്സ് ലൈക്ക് തേർഡ് ഫോം ആണ് യൂസ് ചെയ്യേണ്ടത് വേർബിൻ്റെ. മൂവിങ് ഓൺ, select the most appropriate antonym of the given word diverse. Diversified culture എന്നൊക്കെ പറയും, അതായത് ഒരുപാട് വേരിയൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരുപാട് തരത്തിലുള്ള എന്ന് പറയുന്നതാണ് ഡൈവേഴ്സ്. സോ നമുക്ക് ഓപ്പോസിറ്റ് ആണ് വേണ്ടത്. ഓഫ് കോഴ്സ് ദി ആൻസർ ഇസ് ഐഡൻറ്റിക്കൽ. പ്രാക്ടിക്കൽ മോഡിൽ ചിന്തിക്കുക എന്ന് പറയും. പ്രാക്ടിക്കൽ ഇസ് ദാറ്റ് ഫിസിക്കൽ ആൻഡ് പാരലൽ ഇസ് ഓൾമോസ്റ്റ് റിലേറ്റഡ് ടു ദി അതർ വൺ, ലൈക്ക് തോട്ട് ബേസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ പിന്നെ ചെയ്യുന്ന ഒരു കാര്യത്തിന് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. സോ ഹിയർ ബിഫോർ ലുക്കിംഗ് ഇൻ ടു ദ മീനിങ് ഓഫ് ദി അതർ ത്രീ വേർഡ്സ് നമ്മൾ ഈ വേർഡിൻ്റെ മീനിങ് അറിയാമെന്നുണ്ടെങ്കിൽ തന്നെ വി കൻ ഈസിലി ഐഡൻറ്റിഫൈ ദി ആൻസർ, ബിക്കോസ് ഡൈവേഴ്സ് കൾച്ചർ എന്നൊക്കെയാണ് പറയാറുള്ളത്. സോ ഓഫ് കോഴ്സ് അതിൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞത് ഏറ്റവും എല്ലാം ഒരേപോലെ ഇരിക്കുന്നത്, ദാറ്റ് ഈസ് ഐഡൻറ്റിക്കൽ. ഓക്കെ, മൂവിങ് ഓൺ. Given below 4 jumbled sentences, para-jumbled ആണ്. So, for example, our project files were kept pending for a few years. For example എന്ന് പറയുന്നുണ്ട്. So, of course, A will not be the answer because എന്തോ കാര്യം റിലേറ്റഡ് ആയിട്ടാണ് for example പറയുന്നത്. Next one, so it is a connected one. First sentence അല്ല എന്നുള്ളത് ഉറപ്പാണ്. Next one, however, such hindrances did not stop us from tirelessly working towards the എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് 450 ക്ലിനിക്സ്. അഗെയിൻ ഇതും കണക്റ്റഡ് ആയിട്ടുള്ള സെൻറ്റൻസ് ആണ്. കാരണം അതുപോലത്തെ തടസ്സങ്ങൾ എന്നാണ് പറയുന്നത്. ഏതുപോലത്തെ തടസ്സങ്ങൾ? സോ ഓഫ് കോഴ്സ് ഇറ്റ്സ് എ കണക്റ്റഡ് സെൻറ്റൻസ്. മൂവിങ് ഓൺ, വി ഇനിഷ്യലി കൺസ്ട്രക്റ്റഡ് ഓവർ 150 ക്ലിനിക്സ്. ഓഫ് കോഴ്സ് ഇത് പോസിബിൾ ആയിട്ടൊരു ആൻസർ ആണ്. ലൈക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോസിബിൾ ആയിട്ടുള്ള ഓപ്ഷൻ സി ആണ്. നെക്സ്റ്റ് വൺ, ബട്ട് വെരി സൂൺ മെനി റോഡ് ബ്ലോക്സ് വർ പുട്ട് ഇൻ അവർ പാത്ത് ഓഫ് എക്സ്പാൻഷൻ. ഓക്കെ, സോ സി വെച്ചിട്ടായിരിക്കും ഓപ്ഷൻ സ്റ്റാർട്ട് ചെയ്യുക. ആൻഡ് സി വെച്ചിട്ട് രണ്ടെണ്ണം ഉണ്ട്. ലെറ്റ്സ് ചെക്ക് ഇറ്റ്. ദ ഫസ്റ്റ് ഓപ്ഷൻ CDAB എന്നാണ് പറയുന്നത്. വി ഇനീഷ്യലി കൺസ്ട്രക്റ്റഡ് ഓവർ 150 ക്ലിനിക്സ് ബട്ട് വെരി സൂൺ മെനി റോഡ് ബ്ലോക്സ് വർ പുട്ട് ഇൻ അവർ പാത്ത് ഓഫ് എക്സ്പാൻഷൻ. അങ്ങനെയാണ് പറയുന്നത്. ഓക്കെ, CDAB. ഫോർ എക്സാമ്പിൾ, അവർ പ്രോജക്ട് ഫയൽസ് വർ കെപ്റ്റ് പെൻഡിങ് ഫോർ എ ഫ്യൂ ഇയേഴ്സ്. And B is, however, such hindrances did not stop us from tirelessly working towards the establishment of 450 clinics. Possible ആയിട്ടുള്ള ഓപ്ഷൻ ആണ് CDAB. നെക്സ്റ്റ് വൺ CBDA. CBD എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സി കഴിഞ്ഞിട്ട് വി ഇനീഷ്യലി കൺസ്ട്രക്റ്റഡ് ഓവർ 150 ക്ലിനിക്സ്. ഹവർ സച്ച് ഹിൻഡ്രൻസസ്, ഏത് തരത്തിലുള്ള തടസ്സം ഇവിടെയാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഓഫ് കോഴ്സ് ദി ആൻസർ ഇസ് CDAB. കാരണം ആദ്യം എന്തുണ്ടാക്കി എന്ന് പറയുന്നു, അത് കഴിഞ്ഞിട്ട് വരുന്ന ഒരു തടസ്സം പറയുന്നു. അതുപോലത്തെ തടസ്സങ്ങൾ കവറപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ലൈക്ക് അതുപോലത്തെ തടസ്സത്തിന് ക്ലാരിറ്റി പിന്നെ കൊടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് ആ തടസ്സം മാറ്റിയിട്ട് അവർ പിന്നെ എങ്ങനെ മൂവ് ഓൺ ചെയ്തു എന്നുള്ളത് പറയും. സോ ദി ആൻസർ ഇസ് CDAB. നെക്സ്റ്റ് വൺ, സെലക്ട് ദി ഇൻകറക്ട്ലി സ്പെൽഡ് വേർഡ്. യാ, ദിസ് വൺ, accommodate. Confusing ആയിട്ട് തോന്നും, but this is the right answer. Okay, this is the one. Okay, yeah. So moving on, select the most appropriate meaning of the given idiom. Bite of more than one can chew. Bite of more than one can chew. See, our sentence വായിക്കുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ആൻസർ കിട്ടുന്നുണ്ട്. ഇറ്റ്സ് ബിക്കോസ് ലൈക്ക് നമ്മളെ കൊണ്ട് പറ്റുന്നതിലും കൂടുതലായിട്ട് വായിലിടുക അല്ലെങ്കിൽ ആ ഒരു ബേസിലാണ് ഫ്രേസ് വരുന്നത്. സോ ടു ടേക്ക് ഓൺ മോർ ദാൻ വൺ ക്യാൻ ഡീൽ വിത്ത്, ഓഫ് കോഴ്സ് ഇത് തന്നെ ആയിരിക്കണം മീനിങ്. ഓക്കെ, നെക്സ്റ്റ് വൺസ് നമുക്ക് ജസ്റ്റ് വായിച്ച് നോക്കാം ബാക്കി ഓപ്ഷൻസ്. ടു ചീറ്റ് സം വൺ ആൻഡ് ഗെറ്റ് അവേ, ഓഫ് കോഴ്സ് നോട്ട്. ടു ഈറ്റ് ക്വിക്ക്ലി ആൻഡ് റൺ അവേ, നോ. To taste something, yeah, ഇത് കൺഫ്യൂസിംഗ് ആയിട്ട് തന്നിരിക്കുന്ന എക്സാമ്പിൾസ് ആണെന്ന് മാത്രം. ബട്ട് ദി ആൻസർ ഇസ് ടു ടേക്ക് ഓൺ മോർ ദാൻ വൺ ക്യാൻ ഡീൽ വിത്ത്. ഓക്കെ, നമ്മളെ കൊണ്ട് താങ്ങാൻ പറ്റുന്നതിലും കൂടുതലായിട്ട് നമ്മൾ നമ്മുടെ കയ്യിൽ ഹാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത്. ഓക്കെ, സെലക്ട് ദി വേർഡ് വിച്ച് മീൻസ് ദ സെയിം ആസ് എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ഗിവൻ. എ നാച്ചുറൽ സ്കിൽ അറ്റ് ഡൂയിങ് സംതിങ്. ഓക്കെ, നമ്മൾ മലയാളത്തിൽ തന്നെ സംസാരിക്കുമ്പോൾ പറയാറുണ്ട് അവന് ചെയ്യാനുള്ളൊരു നാക്ക് ഉണ്ട്, അല്ലെങ്കിൽ അവർക്ക് ചെയ്യാനുള്ളൊരു നാക്ക് ഉണ്ട്, ഒരു പ്രത്യേക നാക്കിൽ ചെയ്യാൻ പറ്റും എന്നുള്ളത്. ആൻഡ് ദി ആൻസർ ഇസ് ഓഫ് കോഴ്സ് നാക്ക്. ഒരു നാച്ചുറൽ സ്കില്ലാണ്, എന്തെങ്കിലും ചെയ്യാനുള്ളൊരു പ്രത്യേക കഴിവ്, ആ ബേസിലാണ് പറയുന്നത്. ക്വാക്ക്, സ്നാക്ക് ആൻഡ് സ്റ്റാക്ക്, പ്ലീസ് ടു ചെക്ക് ദി മീനിങ്സ്. ഓഫ് കോഴ്സ് ഇതൊക്കെ സ്നാക്ക് എന്ന് പറയുന്നത് നമ്മൾ സ്നാക്ക് ബേസിലൊക്കെ പറയുന്നതാണ്. ക്വാക്ക് ആയിട്ട് ചെയ്യാന്ന് പറയും. അഗെയിൻ സ്റ്റാക്ക് ഇസ് സംതിങ്, സ്റ്റാക്ക് ഒരു ബണ്ടിൽ അല്ലെങ്കിൽ ഒരു സെറ്റിനെ പറയുന്നതാണ്. ഓക്കെ, ആൻസർ ഇസ് സ്നാക്ക്. മൂവിങ് ഓൺ, ഗിവൻ ബിലോ ഫോർ ജംബിൾ സെൻറ്റൻസസ്. സോ ലെറ്റ്സ് സീ. Some returned in the 80s, but they were not allowed to reclaim or buy land. Some returned. എന്തിനെ കുറിച്ചാണെന്നൊരു ക്ലാരിറ്റി കിട്ടിയിട്ടില്ല. സോ ഓഫ് കോഴ്സ് ഇത് കണക്റ്റഡ് സെൻറ്റൻസ് ആണ്. In the 17s, many Vietnamese living in Cambodia faced deportation after a change in government.
ഓക്കെ, ദിസ് ഈസ് പോസിബിൾ ആൻസർ. ലൈക്ക് ബി വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. കാരണം ഒരു കാര്യത്തിനെ കുറിച്ച് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് അവിടെ. Their only solution was to live in wooden homes floating on the lake. ഈ there എന്നുള്ളത് pronoun ആണ്. So of course ഇത് connected sentence ആണ്. Even today they can be found. Again they യൂസ് ചെയ്യുന്നുണ്ട്. So ഇവിടെയൊക്കെ pronoun യൂസ് ചെയ്തിരിക്കുന്നതുകൊണ്ട് ഇതൊക്കെ connected sentences ആണ്. Okay, so സ്റ്റാർട്ട് ചെയ്യുന്ന കോണ്ടെക്സ്റ്റ് എപ്പോഴും ബി ആയിരിക്കും. ബി വെച്ചിട്ട് ഏതാണുള്ളത്? ബി വെച്ചിട്ട് only one option, luckily. So നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി അതൊന്ന് ക്രോസ് ചെക്ക് ചെയ്യാം. So ബി കഴിഞ്ഞിട്ട് എ, some returned in the 80s but they were not allowed to. Okay, ആദ്യം 70s എന്താ ഉണ്ടായതെന്ന് പറഞ്ഞു. 17s ഇത്രയും വിയറ്റ്നാമീസ് കംബോഡിയയിൽ ഉണ്ടായിരുന്നവർ ഇവിടേക്ക് ഷിഫ്റ്റ് ചെയ്തു, ആ ഒരു ബേസിൽ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് 80s ആയപ്പോഴേക്കും അതിൽ കുറച്ച് പേര് തിരിച്ചു വന്നു എന്ന് പറയുന്നു. ആൻഡ് സി ഇസ് their only solution was to live in. അവർ എന്ത് ചെയ്തു എന്ന് പറയുന്നു. ആൻഡ് ഡി ഇസ് ഈവൻ ടുഡേ they can be found living on. സോ ലോജിക്കലി നമുക്ക് ലക്കിലി ഏറ്റവും പെട്ടെന്ന് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു വഴിയായിരുന്നു this one, because ബി വെച്ചിട്ട് ഒരേ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നുള്ളൂ. ബട്ട് ഇറ്റ്സ് നോട്ട് പോസിബിൾ ഓൾ ദി ടൈം. ചിലപ്പോഴൊക്കെ ഒരുപാട് കൺഫ്യൂസിംഗ് ആയിട്ട് ബി വെച്ചിട്ട് തന്നെ ആയിരിക്കും എല്ലാ ഓപ്ഷൻസും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. ദിസ് വാസ് ലക്കിലി വൺ. Select the most appropriate option to substitute the underlined segment. Sele is a near extinct language. Sele is a near extinct language spoken for just 5 villages in Nepal which lie close to Tibet. സ്പോക്കൺ ഫോർ എന്ന് പറയൂ. അതായത് നമ്മളൊരു ലാംഗ്വേജിനെ കുറിച്ച് പറഞ്ഞു, അത് കഴിഞ്ഞിട്ട് അതെവിടെയാണ് അവർ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ആ ഭാഷ എവിടെയാണ് സംസാരിക്കുന്നതെന്നാണ് പറയുന്നത്. സോ ഇറ്റ് ഷുഡ് ബി സ്പോക്കൺ ഇൻ. കാരണം ഒരു ഭാഷയെ കുറിച്ച് പറയുമ്പോൾ നമ്മളെപ്പോഴും സ്പോക്കൺ ഇൻ എന്ന് മാത്രമേ യൂസ് ചെയ്യൂ. സ്പോക്കൺ ഔട്ട്, സ്പോക്കൺ ഓഫ് എന്നൊന്നും പറയാറില്ല. ഓക്കെ, നൗ സെലക്ട് ദി മോസ്റ്റ് അപ്രോപ്രിയേറ്റ് മീനിങ് ഓഫ് ദി ഗിവൻ ഇഡിയം. ലൈക്ക് ടോക്കിംഗ് ടു എ ബ്രിക്ക് വാൾ. അതായത് ചുമരിനെ നോക്കി സംസാരിക്കുക എന്നുള്ളതാണ് ഫ്രേസിൽ പറഞ്ഞിരിക്കുന്നത്, ഐ മീൻ ഇഡിയമിൽ പറഞ്ഞിരിക്കുന്നത്. അതായത് നമ്മൾ പറയുന്നതിന് ചുമരിനോട് നോക്കി പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് റിസൾട്ടൊന്നും ഉണ്ടാവില്ല. നമ്മൾ വെറുതെ പറയേണ്ടതൊക്കെ പറഞ്ഞു എന്ന് മാത്രം. പക്ഷേ ചുമരിൽ നിന്ന് നമുക്കൊരു പോസിറ്റീവായിട്ട് റെസ്പോൺസ് ഒന്നും എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. സോ ഓഫ് കോഴ്സ് ആ മീനിങ് വരുന്നത് അപ്രോപ്രിയേറ്റ് മീനിങ് എന്തായിരിക്കും? ഫാസിനേറ്റ് ചെയ്യാന്ന് വെച്ചാൽ ഫാസിനേറ്റിംഗ് ആയിട്ട് ഒരു ഡ്രീം ബേസിലൊക്കെയാണ് പറയുന്നത്. ഇൻഅറ്റൻറ്റീവ്, ഓഫ് കോഴ്സ് അത് തന്നെയായിരിക്കും ആൻസർ. ഫ്രൈറ്റഡ് എന്ന് വെച്ചാൽ പേടിക്കുക എന്നാണ്, എഫ്രൈഡ് ആവുക. ക്യൂരിയോസിറ്റി കാണിക്കുക എന്ന് പറയില്ല. ക്യൂരിയസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്യൂരിയോസിറ്റി കാണിക്കുക, നമുക്ക് എന്തിനോടെങ്കിലും ഭയങ്കര ക്യൂരിയോസിറ്റി, താല്പര്യം, അറിയാനുള്ള താല്പര്യം കാണിക്കാം. സോ ലൈക്ക് ടോക്കിംഗ് ടു എ ബ്രിക്ക് വാൾ എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് ഇറ്റ്സ് ഇൻഅറ്റൻറ്റീവ്. നമ്മൾ ആ ഒരാളോട് ഒരു കാര്യം പറയുന്നു, അയാൾക്കത് കേൾക്കാനേ താല്പര്യമില്ല, അതുകൊണ്ടാണ് ചുമര് പോലെ അത് അവിടെ നിന്നു എന്ന് മാത്രം. നമ്മൾ പറയേണ്ടത് പറയുകയും ചെയ്തു, ആരും കേട്ടിട്ടുമില്ല. സോ ദിസ് ഈസ് ദ തിങ്. ഓക്കെ, യാ. So this whole session is over now. All 25 questions are being discussed. നിങ്ങൾക്ക് ഇത് എത്രത്തോളം ഹെൽപ്ഫുൾ ആയി എന്നുള്ളത് പ്ലീസ് ടു കമൻറ്റ് ഡൗൺ. ഏതെങ്കിലും ക്വസ്റ്റ്യനിൽ ക്ലാരിറ്റി വേണമെന്നുണ്ടെങ്കിൽ ദാറ്റ് ഓൾസോ പ്ലീസ് ടു കമൻറ്റ് ഡൗൺ. ആൻഡ് പ്ലീസ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.